ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 11.4 ലിമിറ്റ് ഓഫ് സീക്വൻസ് ആൻഡ് ന്യൂട്ടൺസ് മെത്തേഡാണ്. അപ്പോൾ ആദ്യം നമുക്ക് ലിമിറ്റ് ഓഫ് സീക്വൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ സീക്വൻസ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. എന്താണ് സീക്വൻസ് എന്ന് പറയുന്നത്? നമ്മൾ നാച്ചുറൽ നമ്പറിൽ നിന്നും എഴുതുന്ന ഒരു ഫങ്ഷൻ, ദാറ്റ് ഈസ് നമ്മൾ A1 A2 A3 എക്സെട്ര എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതുന്ന ആളുകളെയാണ് സീക്വൻസ്. അതായത് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടാവും, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ 1 2 3 4 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ആളുകളാണ്. അങ്ങനെ രീതിയിൽ അറേഞ്ച് ചെയ്താൽ നമ്മളതിനെ സീക്വൻസ് എന്ന് പറയും. അതായത് ഓരോ ടേംസിനെയും കോമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അതിലെ ഫസ്റ്റ് ടേം എന്നത് ഒരു 10th ടേം ഏതാണെന്ന് വെച്ചാൽ അത് അങ്ങനെ പറയാൻ പറ്റുന്ന ആളുകളെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുക, അല്ലേ, ജനറലായിട്ട്. അപ്പം ഈ സീക്വൻസിനെ പറ്റിയിട്ടും സീരീസിനെ കുറിച്ചിട്ടുമൊക്കെ നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും. അപ്പം ഈ കേസിൽ നമ്മൾ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു സീക്വൻസ് A1 A2 A3 എന്ന് പറയുന്ന ചില സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ ചില സീക്വൻസിന് അതിങ്ങനെ വെറുതെ നമ്പേഴ്സ് നമുക്ക് എഴുതിയിട്ടിടാം. ചില സീക്വൻസിന് ഒരു പ്രത്യേകത ഉണ്ടാവും. അതെങ്ങോട്ടോ ഒന്ന് ഇവരിങ്ങനെ A1 A2 A3 എന്നുള്ളതിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതോ ഒരു ലക്ഷ്യം വെച്ച് പോകുന്നതുണ്ടാവും. അപ്പം നമ്മളിൽ തന്നെ ഉണ്ടാവും ചില ആളുകൾ ഒരു ലക്ഷ്യത്തോടെ മുന്നേറുന്നവരുണ്ടാവും, ചിലരിങ്ങനെ പോവും എന്ന ആളുകളുണ്ടാവും. അങ്ങനെയൊന്നുമില്ല. അതുപോലെ സീക്വൻസിലും ഉണ്ടാവും ഒരു ലക്ഷ്യം വെച്ച് പോകുന്ന ചില ആളുകളുണ്ടാവും, പിന്നെ ലക്ഷ്യമൊന്നും ഇല്ലാതെ പോകുന്ന ആളുകളുണ്ടാവും, ഇങ്ങനെ ചാഞ്ചാടി പോകുന്ന ആളുകളുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ലക്ഷ്യം വെച്ച് എവിടേക്കോ ഒരു ലക്ഷ്യം വെച്ച് പോകുന്ന ആളുകളാണ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇതിനെ നമ്മൾ എന്താ പറയുക, അതിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അതായത് ആ ലക്ഷ്യത്തിനെയാണ് നമ്മൾ ലിമിറ്റ് എന്ന് പറയുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത്തരം സീക്വൻസുകൾക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും എന്ന് പറയും. അതല്ലാത്തവർക്ക് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പം ഇതിൻ്റെ ലിമിറ്റിനെ കുറിച്ചും എങ്ങനെ ലിമിറ്റ് കാണാം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ ഇതിനെ പറയാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ 1/3 എന്നുള്ള നമ്പർ കൺസിഡർ ചെയ്യാം. 1/3 എന്ന് പറയുന്നതിന് നമ്മൾ കണ്ട 0.3333 എക്സെട്ര എന്ന് പറഞ്ഞ് പോകുന്ന ആളാണ്. അപ്പോൾ ഇയാളെ നമുക്കൊരു സീക്വൻസിൻ്റെ ലിമിറ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡെസിമൽ എക്സ്പാൻഷനിൽ നിന്ന് തന്നെ നമുക്കൊരു സീക്വൻസും അതിൻ്റെ ലിമിറ്റും കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ 0.333 എന്നുള്ള ഇയാളെ എനിക്ക് വേണമെങ്കിൽ 0.3 + 0.03 പ്ലസ് അല്ലേ, ഓരോ ഇതിൽ ആദ്യത്തെ ആൾ 0.3 എടുത്തു, പിന്നെ ഇയാളെ അതിനോട് ആഡ് ചെയ്യുക 0.03 + 0.3003 പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ട് പോവാം. അപ്പം ഞാൻ അങ്ങനെ ഈ 0.3നെ എനിക്ക് 3/10 എഴുതിക്കൂടെ, ഇയാളെ 3/100 പ്ലസ് ഇയാളെ 3/1000. അപ്പം ഞാൻ ഇങ്ങനെ എഴുതാണ് 3/10 പ്ലസ് ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ 3/10 എടുത്തു, സെക്കൻഡ് സ്റ്റെപ്പിൽ 3/10 പ്ലസ് 3/100 എടുത്തു. അപ്പോൾ ആദ്യത്തേത് 0.3, പിന്നെ 0.33, പിന്നെ വരും 0.333, പിന്നെ 0.3333. അപ്പോൾ ഇതിങ്ങനെ ഇൻഫിനിറ്റ് ടൈംസ് പോകുമ്പോൾ ഇത് എങ്ങോട്ടാണ് എത്തുക? 1/3ലേക്ക് എത്തും, അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 3/10 ഇത് പറഞ്ഞാൽ 3/10, ഇത് പറഞ്ഞാൽ 3/10 പ്ലസ് 3/100, ഇത് 3/10 പ്ലസ് 3/100 പ്ലസ് 3/1000, അങ്ങനെ പോകും. അപ്പോൾ ഇയാൾ ഞാൻ AN എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഈ ലിമിറ്റ് വരുന്ന എൻ്റെ ഒരു കോൺസെപ്റ്റ് പറയുന്നതേ ഉള്ളൂ, കൂടുതൽ കൺഫ്യൂഷൻ ആവണ്ട. അപ്പോൾ 3/10 പ്ലസ് 3/100 പ്ലസ് എക്സെട്ര 3/10n എന്നുള്ള ഫോമിൽ ഞാനിങ്ങനെ ANനെ എക്സ്പ്രസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഈ AN എന്ന് പറയുന്നത് നമ്മൾ n ലാർജ് ആവും തോറും മുന്നോട്ട് കൂടുതൽ പോയി കഴിഞ്ഞാൽ വലിയ വലിയ നമ്പേഴ്സ് n∞ എന്നാണ് അത്തരം കേസിൽ നമ്മൾ പറയുക, n ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യാം. അപ്പം n ലാർജ് ആവും തോറും ഈ AN എന്ന് പറയുന്നതിൻ്റെ ഇത് കൺവേർജസ് ടു 1/3 ആണ്. അത് 1/3ലോട്ടാണ് ഈ വാല്യൂ പോവുക. അതായത് 0.3 0.33 0.333 ഈ വാല്യൂ n ഇങ്ങനെ കൂടി വരുമ്പം സ്റ്റെപ്പ് കൂടി വരുമ്പോൾ എങ്ങോട്ടാണ് പോവുക? 1/3ലോട്ടാണ് പോവുക എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് കാണിക്കാം, ഒരു എക്സ്പ്രഷൻ വെച്ച് കാണിക്കാം. അപ്പം AN ഇങ്ങനെ നമ്മളിങ്ങനെ എടുത്തു. ഇതിന് നമുക്ക് എന്തെഴുതാം? 10AN എഴുതാം. 10AN എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് 10 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? ഫസ്റ്റ് സ്റ്റെപ്പിൽ 3/10 × 10 3 ആവും, 3/100 × 10 3/10 ആവും. അപ്പോൾ ഓരോന്നും ഒരു 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകും.
അപ്പോൾ ലാസ്റ്റത്തെ 3/10n 3/10n-1 ആവും. ഇനി ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 10an - an 9an. 3 - 3 ഉണ്ടാവും. പിന്നെ 3/10ഉം 3/10ഉം ക്യാൻസൽ, 3/100 3/10 ക്യാൻസൽ, 3/10n-1 ഇവിടുത്തെ 3/10n-1 ക്യാൻസൽ, ബാക്കി ഇവിടെ 3/10n. ദാറ്റ് ഈസ് an ഈക്വൽ ടു 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 3/9 1/3, 3/9 1/3 × 1/10n. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ 1/3 an അങ്ങോട്ട് എടുത്താൽ 1/3 - an ഈക്വൽ ടു 1/3 × 1/10n എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നോക്കുക. 1/3 - an ഈക്വൽ ടു 1/3 × 1/10n. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി, n ലാർജർ ആൻഡ് ലാർജർ ആയി പോവാൻ തോറും 10n എന്താവും? ലാർജ് വാല്യൂസ് ആയി പോവും അല്ലേ? 10² 10³ ഇങ്ങനെ 10ൻ്റെ വാല്യൂ കൂടി വരും. അപ്പോൾ 1/10n എന്താവും? ചെറുതായി ചെറുതായി, അതായത് 10 ആകുമ്പോൾ 0.1, 100 ആകുമ്പോൾ 0.01 വന്ന് അത് 0 അപ്രോച്ച് ചെയ്യും. അപ്പോൾ 0 × 1/3 0. അപ്പോൾ ഈ 1/3 - an എന്താവും? ഇത് ചെറുതായി വരും. ദാറ്റ് ഈസ് an എങ്ങോട്ട് അപ്രോച്ച് ചെയ്യും? അപ്പോൾ ഇത് 0 അപ്രോച്ചസ് ടു 0 ആവും. അപ്പോൾ ഇത് അപ്രോച്ചസ് ടു 1/3 ആവും. ഓക്കെ, ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കിതിൽ എറർ ഒന്ന് എങ്ങനെയാണെന്ന് നോക്കാം. ഏകദേശം ഇതിപ്പോൾ നമുക്ക് ഏതൊരു നമ്പറിനേക്കാൾ, അതായത് ഈ 1/3 - an എന്ന് പറയുന്നതിന് നമുക്ക് ഏതൊരു നമ്പറിനേക്കാളും ചെറുതാക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റും. ഒരു സ്റ്റേജ് n ശേഷം നമുക്ക് അതിന് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ n ചൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1/3 - an ലെസ് ദാൻ നമുക്ക് ഇഷ്ടമുള്ള നമ്പറാക്കി കൊണ്ടുവരാം. അപ്പോൾ നോക്കാം, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ n എന്നുള്ളത് 1/3 - an എന്നുള്ളത് 1 മില്യൺ, അതായത് 1/10⁶ ചെറുതാക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഏത് ആണ് n വരാവുന്ന പോസിബിൾ വാല്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏത് n ശേഷമാണ് an - 1/3 എന്ന് പറയുന്നത് ലെസ് ദാൻ 1/10⁶ ആവുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ നമുക്കിവിടെ നേരത്തെ എഴുതിയിട്ടുണ്ട് an - 1/3 എന്നുള്ളത് ഈക്വൽ ടു 1/3 × 1/10n ആണ്. ഐ തിങ്ക് യെസ് അല്ലേ? an - 1/3 ഈക്വൽ ടു 1/3 × 1/10n. അത് ലെസ് ദാൻ 1/10⁶ ആവുകയാണെങ്കിൽ n നമുക്ക് പറയാൻ പറ്റുന്നൊരു വാല്യൂ. അപ്പോൾ എന്താ ഇതിൽ നിന്ന് എന്ത് പറയാം? 1/3 അങ്ങോട്ട് കൊണ്ടുപോയാൽ 1/10n ലെസ് ദാൻ 3/10⁶ ആവുന്നതിന് പോസിബിൾ ആയിട്ടുള്ള ഒരു n വാല്യൂ ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ n നമുക്ക് 6ഓ അതിലേക്കാൾ വലിയ നമ്പറോ എടുത്തു കഴിഞ്ഞാൽ എന്താ? 10⁻7 കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലെസ് ദാൻ 3/10⁶ ആവും. അപ്പോൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂവിനേക്കാൾ ഇതിനെ ചെറുതാക്കി കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഏത് വാല്യൂസിനെ പറഞ്ഞാലും നമുക്കതിനേക്കാൾ ചെറുതാക്കി കൊണ്ടുവരാൻ പറ്റും. അതാണ് ഇതിൻ്റെ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷനിലെ എപ്സിലോൺ ഡെഫിനിഷൻ നോക്കാം. അപ്പോൾ നമുക്കൊരു സീരീസ് an എന്ന് പറയുന്നത് ഒരു an എന്ന് a1 a2 a3 എക്സെട്ര an എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അത് l എന്ന് പറയുന്ന ലിമിറ്റ് anലോട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ മീൻസ് ആർബിട്രറി ക്ലോസ് ടു l. എപ്പം as n become large, n ലാർജ് ആവുമ്പോൾ n ഇങ്ങനെ കൂടി വരുമ്പം ഫസ്റ്റിലൊന്നും നമുക്കത് മനസ്സിലാവില്ല. പക്ഷേ ഇതിൻ്റെ പോക്ക് കണ്ടാൽ, ചില സീക്വൻസുകൾക്ക് അതിൻ്റെ പോക്ക് കണ്ടാൽ n ലാർജർ ആൻഡ് ലാർജ് വാല്യൂസ് ആയി വരുമ്പോൾ an l എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്നെപ്പോഴാണ് നമ്മൾ പറയുക? if അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. നമ്മൾ ഏതൊരു നമ്പർ
എപ്സിലോൺ എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു നമ്പറിനെ റെപ്രസെൻ്റ്, ഏതൊരു നമ്പർ ഒരു വേരിയബിൾ ആയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ നമ്മൾ എത്ര ചെറുതായിക്കോട്ടെ എത്ര വലുതായിക്കോട്ടെ, അപ്പോൾ ഏതൊരു നമ്പർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരു n എന്ന് പറയുന്ന ആളെ കിട്ടണം, നാച്ചുറൽ നമ്പർ n കിട്ടണം. സച്ച് ദാറ്റ് ഈ n-ന് ശേഷം വരുന്ന എല്ലാ an-കളും an മൈനസ് l ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ എപ്സിലോൺ ഞാൻ എത്ര ചെറുത് വേണം, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 1/10⁶ അത്രയും ചെറിയൊരു നമ്പർ എടുത്തപ്പം പോലും എനിക്ക് n എന്ന് പറയുന്നത് 6 ആയിട്ട് കിട്ടി അല്ലേ. ഈ A6 മുതൽ വരുന്ന ആരെടുത്തു കഴിഞ്ഞാലും an-ഉം l-ഉം തമ്മിലുള്ള ഡിഫറൻസ് എപ്സിലോണിനേക്കാൾ ചെറുതാവണം. അപ്പോൾ നേരത്തെ നമ്മൾ അതാണ് ചെയ്തത്. ഇവിടെ എന്താ ചെയ്തത്, നമുക്ക് എപ്സിലോൺ an എന്ന് പറയുന്ന സീക്വൻസ് എടുത്തു, അത് കൺവേർജ് ജസ്റ്റ് 1/3 ആണ്. അതായത് നമ്മൾ ഏത് എപ്സിലോൺ എടുത്താലും ഇൻപേർട്ട് നമ്മളിപ്പോൾ എപ്സിലോൺ ആയിട്ട് 1/10⁶ എടുത്തു. അപ്പം നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് n 6 കിട്ടി. ഈ 6-ന് ശേഷം വരുന്ന, അതായത് A6 ആരാ വരിക, 0.3336 ടേംസ് വരും. 1 2 3 4 5 6. അപ്പോൾ ഇതിന് ശേഷം വരുന്ന എല്ലാ സീക്വൻസും 0.37 ടൈം ഒക്കെ വരുന്ന എല്ലാ an-കളും 1/3 തമ്മിലുള്ള ഡിഫറൻസ് 1/3 മൈനസ് ഈ A7, അപ്പോൾ 7 ടേംസ് ഉണ്ടാവും, അവർ ലെസ് ദാൻ 1/10⁶ ആയിരിക്കും. അതുപോലെ ഏത് നമ്പർ ഇവിടെ നമുക്ക് ഏതൊരു നമ്പർ എടുത്തു കഴിഞ്ഞാലും കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു നമ്പർ നമുക്ക് കിട്ടും. അങ്ങനെയുള്ളത് അങ്ങനെയാണെങ്കിൽ an 1/3 കൺവേർജ് ചെയ്യുന്നു എന്ന് പറയാം. അതാണ് അതിൻ്റെ എപ്സിലോൺ ഡെഫിനിഷൻ. ഓക്കെ, നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. റൈറ്റ് ദ ഫസ്റ്റ് 6 ടേം ഓഫ് ദ സീക്വൻസ് an equal to n/n+1. an equal to n/n+1, n equal to 1 2 3 etc. Represent the sequence graphically in two ways. Find the value of limit n tends to infinity n/n+1. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഫസ്റ്റ് 6 ടേംസ് കാണാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ an എന്ന് പറയുന്നത് ആരാ, n/n+1. അപ്പോൾ നമ്മൾ n-ന് 1 കൊടുക്കുക. അപ്പോൾ a1 ആരാ, n 1 കൊടുക്കുമ്പം 1/1 + 1 2. a2 2 കൊടുക്കുമ്പം 2/3. a3 3/4. a4 4/5. a5 5/6. a6 6/7. ഇവരാണ് നമ്മുടെ ഫസ്റ്റ് n ടേംസ്, 6 ടേംസ്. ഓക്കെ, ഇനി ഇതിനെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ പോയിൻറ്റും പ്ലോട്ട് ചെയ്യുക. ആദ്യം റിയൽ ലൈനിലൊന്ന് പ്ലോട്ട് ചെയ്യാം. 2 വേസിൽ പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പ്ലെയിനിലും റിയൽ ലൈനും. അപ്പോൾ റിയൽ ലൈനിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ നോക്കുക, a1 1/2, a2 2/3, a3 3/4, 4/5, 5/6, 6/7. അപ്പം ഇതെന്താ ചെയ്യുന്നത്, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കുക, ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഇത് ഇവിടെ നിന്നുള്ള പിന്നെ കുറഞ്ഞ് ഇത് വീണ്ടും അടുത്തോട്ട് വരികയാണ് ചെയ്യുന്നത് അല്ലേ, n/n+1. ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ ഫസ്റ്റ് ടേം ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലേ ഇവിടെ തരുന്നത് n ആണ് ടേംസ്, ഇവിടെ an ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടേം a1 a2 a3 a4 a5. അപ്പോൾ അത് നോക്കിയാൽ ഇതെങ്ങോട്ടോ ഒന്ന് കറസ്പോണ്ടിങ് ആയിട്ട് പോകുന്ന പോലെ തോന്നും അല്ലേ, ഒരു ലക്ഷ്യം വെച്ച് പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ സീക്വൻസിന് ലിമിറ്റ് ഉണ്ട്, പക്ഷെ അത് നമുക്കൊരു ഗസ്സിങ്ങിലാണ് നമ്മളിത് കണ്ടിട്ട് പറയുന്നത്. അപ്പോൾ ആ ഗസ്സിങ് നമുക്ക് ലിമിറ്റ് ഉണ്ട്, അതൊരു ഗസ് ചെയ്ത ലിമിറ്റ് ആണെങ്കിൽ നമുക്കത് പ്രൂവ് ചെയ്യാൻ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ യൂസ് ചെയ്യാം. അതെങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് തന്നിരിക്കുന്നത് n/n+1 ആണ്. അപ്പോൾ മുകളിലുള്ള ആൾ എന്തായാലും നമുക്കറിയാം n ലെസ് ദാൻ n+1 ആണ്. അപ്പോൾ n/n+1 എന്ന് പറയുന്നത് എന്തായാലും ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ 1-നേക്കാൾ ചെറിയ നമ്പറാണിത് വരുന്നത്, എന്തായാലും 1-നേക്കാൾ കൂടില്ല. ഇതിൻ്റെ ലിമിറ്റ് 1 ആണ് എന്ന്, ഇതിങ്ങനെ പോയി 1-ലേക്കാണ് ഇത് പോകുന്നത് എന്ന് നമ്മൾ ഗസ് ചെയ്യുന്നു. ഇനി ആ ഗസ്സിങ് ശരിയാണോ അല്ലേ എന്ന് നോക്കാം. അപ്പോൾ അതിന് നമ്മുടെ എന്താ വേണ്ടത്, നമ്മളൊരു എപ്സിലോൺ > 0 ജനറലായിട്ട് എടുത്തു.
നമുക്കതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു n കാണാൻ പറ്റണം. n നമുക്കറിയില്ല, n നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. ജനറലി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താൽ നമുക്ക് ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n എന്ത് പറയാൻ പറ്റണം? an മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ. ഇവിടെ an ആരാ? n ബൈ n പ്ലസ് 1 മൈനസ് എൽ, ദാറ്റ് ഈസ് 1. ഇത് 1നേക്കാൾ അപ്പോൾ ഇവിടെ 1 an മൈനസ് എൽ എന്നുള്ളതിന് എനിക്ക് വേണമെങ്കിൽ 1 ആണ് ഗ്രേറ്റർ എന്നുള്ളതുകൊണ്ട് തന്നെ 1 മൈനസ് n ബൈ n പ്ലസ് 1 എഴുതാം. ഇതെന്താ? ദാറ്റ് ഈസ് n പ്ലസ് 1 മൈനസ് n ബൈ n പ്ലസ് 1. n ക്യാൻസൽ ചെയ്താൽ ബാക്കി 1 ബൈ n പ്ലസ് 1 കിട്ടും. 1 ബൈ n പ്ലസ് 1 ഇത് നമുക്ക് എന്ത് പറയണം? ലെസ് ദാൻ എപ്സിലോൺ ആണ് എന്ന് പറയണം. ഓക്കെ, അപ്പോൾ 1 ബൈ n പ്ലസ് 1 എനിക്ക് എന്ത് പറയാൻ പറ്റും? ഒരു മിനിറ്റ്, n ബൈ n പ്ലസ് 1 തന്നെയല്ലേ? യെസ്, 1 ബൈ n പ്ലസ് 1. അപ്പോൾ 1 ബൈ n പ്ലസ് 1 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ലെസ് ദാൻ 1 ബൈ n ആണെന്ന് പറയാം. എപ്പം? n ഗ്രേറ്റർ ദാൻ n പ്ലസ് n പ്ലസ് 1 ഗ്രേറ്റർ ദാൻ n ആവുമ്പോൾ അല്ലേ? n പ്ലസ് 1 ഗ്രേറ്റർ ദാൻ n ആവുമ്പോൾ എനിക്ക് എന്ത് പറയാം? അതായത് ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ n മൈനസ് 1 ആവുന്ന സമയത്ത് 1 ബൈ n പ്ലസ് 1 ലെസ് ദാൻ 1 ഇതാണെന്ന് പറയാം. അപ്പോൾ അവിടുത്തെ n ആയിട്ട് ഞാൻ ഇയാളെ ചൂസ് ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ ഇയാളെ n നോട്ട് എന്ന് വിളിച്ചോ. n നോട്ട് മൈനസ് 1 ആയിട്ട് n ചൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ n നോട്ടിന് എനിക്ക് എങ്ങനെ എടുക്കാം? 1 ബൈ n വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ ആവണമെങ്കിൽ എനിക്ക് n എന്ന് എങ്ങനെ ചൂസ് ചെയ്യണം? n ഈക്വൽ n ഗ്രേറ്റർ ദാൻ n ഗ്രേറ്റർ ദാൻ 1 ബൈ എപ്സിലോൺ എന്ന് ചൂസ് ചെയ്താൽ മതി. ഓർ n ഈക്വൽ ടു 1 ബൈ എപ്സിലോൺ തന്നെ എടുക്കാം. n ഈക്വൽ ടു 1 ബൈ എപ്സിലോൺ എന്ന് ഞാൻ എടുക്കാം. അപ്പം നോക്കാം. അപ്പം അത് ഒന്നുകൂടി പറയാം. അപ്പം നമ്മൾ ഗസ് ചെയ്തു ലിമിറ്റ് 1 ആണ്. അപ്പം n ബൈ n പ്ലസ് 1 എന്ന് പറയുന്നത് 1ലോട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് 1 മൈനസ് n ബൈ n പ്ലസ് 1 ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് എനിക്ക് കാണിക്കേണ്ടത്. അപ്പോൾ 1 മൈനസ് n പ്ലസ് 1 ദാറ്റ് ഈസ് n പ്ലസ് 1 മൈനസ് n ദാറ്റ് ഈസ് 1 ബൈ n പ്ലസ് 1 ലെസ് ദാൻ എപ്സിലോൺ എന്ന് കാണിക്കണം. അപ്പോൾ ഈ 1 ബൈ n പ്ലസ് 1നെ എനിക്ക് ലെസ് ദാൻ 1 ബൈ n എന്ന് പറയാം. എപ്പം? n ഗ്രേറ്റർ ദാൻ n പ്ലസ് 1 ആണെങ്കിൽ. ഓക്കെ, ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n എന്ന് പറഞ്ഞില്ലേ? അപ്പം അതിന് പകരം ഇവിടെ n ആയിട്ട് ഇയാളെ ചൂസ് ചെയ്താൽ വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് എനിക്ക് കിട്ടേണ്ടത്. അത് ലെസ് ദാൻ എപ്സിലോൺ ആകണമെങ്കിൽ n എങ്ങനെ ചൂസ് ചെയ്യണം? n ഈക്വൽ ടു 1 ബൈ എപ്സിലോൺ എന്ന് ചൂസ് ചെയ്താൽ മതി. അപ്പോൾ ഒരു എപ്സിലോൺ എടുത്തു. അപ്പോൾ ഞാൻ n ആയിട്ട് 1 ബൈ എപ്സിലോൺ ഞാൻ ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n വേണമെങ്കിൽ ഇയാളെ n നോട്ടായിട്ട് ചൂസ് ചെയ്യാം. നമ്മൾ ആ ഒരു ഫോമിലായി. ആൻഡ് n ഈക്വൽ ടു n നോട്ട് പ്ലസ് 1 അല്ലെ 1 ബൈ എപ്സിലോൺ പ്ലസ് 1 വേണമെങ്കിൽ ഇവിടെ തന്നെ n ഈക്വൽ ടു 1 ബൈ എപ്സിലോൺ പ്ലസ് 1 എടുക്കാം. അപ്പോൾ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n കൊടുക്കുമ്പോൾ 1 ബൈ n പ്ലസ് 1 എന്താവും? ലെസ് ദാൻ 1 ബൈ n ആവും. 1 ബൈ n ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. അപ്പോൾ ഇത് ട്രൂ ആണ് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമ്മളിത് പ്രൂവ് ചെയ്യുക. ഇനി സെക്കൻഡ് കേസ് നോക്കാം. റിപ്പീറ്റ് ഫോർ an ഈക്വൽ ടു മൈനസ് 1 റേസ് ടു n ബൈ n. അപ്പം മൈനസ് 1 റേസ് ടു n ബൈ n എന്നെടുക്കുമ്പോൾ നമ്മൾ a1 a2 a3 ഒക്കെ കണ്ടു നോക്കാം. അപ്പം a1 മൈനസ് 1 റേസ് ടു n ബൈ n ആണ്. അപ്പം ഫസ്റ്റ് ടേം എന്താ വരിക? a1 മൈനസ് 1 റേസ് ടു 1 മൈനസ് വരും, മൈനസ് 1. അടുത്തത് മൈനസ് 1 റേസ് ടു 2 അറിയുമ്പം പോസിറ്റീവ് ആവും, 1 ബൈ 2. അടുത്തത് മൈനസ് 1 ബൈ 3, 1 ബൈ 4, മൈനസ് 1 ബൈ 5, 1 ബൈ 6. ഓക്കെ, ഇനി അതിനെ പ്ലോട്ട് ചെയ്യാം.
അതിനെ പ്ലോട്ട് ചെയ്യുമ്പോൾ -1 1/2 -1/3 1/4 -1/5. അപ്പോൾ ഈ ടേംസ് ഇങ്ങനെ ഒന്നിവിടെ ഇങ്ങനെ ആയെങ്കിലും ഇത് രണ്ടും കൂടി എങ്ങോട്ട് വരുന്നുണ്ട്, വന്ന് സീറോയിലോട്ട് വരുന്നുണ്ട് അല്ലേ. നമ്മൾ കുറച്ചുകൂടിയും ഡീറ്റെയിൽ ആയിട്ട് ഈ ഫിഗറിൽ നോക്കിയാൽ കാണാം അല്ലേ. ഇയാൾ ഇങ്ങനെ ഈ സീക്വൻസ് കൂടുന്തോറും ഇതിങ്ങനെ വരികയാണ് വന്ന് ഇവ രണ്ടുപേരും സീറോയിലോട്ട് എത്തുന്നുണ്ട്. ഒരു ലക്ഷ്യം. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് 0 ആണെന്ന് നമുക്കിതിൽ നിന്ന് ഗസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പറഞ്ഞ പോലെ പ്രൂവ് ചെയ്യാം. വേറെ മെത്തേഡുകളുണ്ട് കേട്ടോ. അത് നേരത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ഒരു മെത്തേഡ് പരിചയപ്പെടുത്തിയതേയുള്ളൂ. ഇനി അതുപോലെ നെക്സ്റ്റ് സീക്വൻസ് ആണ് -1 n/n+1 ആണ് നെക്സ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. അത് അതിൻ്റെ 6 ടേംസ്. അപ്പോൾ അതാണ് -1/2. നിങ്ങൾ എന്നിന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ 6 ടേംസ് ഇതാണെന്ന് നിങ്ങൾക്ക് കിട്ടും. ഇനി അത് പ്ലോട്ട് ചെയ്യുക. അപ്പോൾ അത് പ്ലോട്ട് ചെയ്യുമ്പോൾ A1 A2 A3 A4 A5 A6. ഇത് A1 A3 A5 ഇങ്ങോട്ട് പോകുന്നു, A2 A4 A6 ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഈ സീക്വൻസ് എങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊരു ലക്ഷ്യമില്ലാതെ പോവുകയാണ്. നമ്മൾ ഇതിലൂടെയും പോയി കഴിഞ്ഞാൽ നോക്കാം അല്ലേ. കുറച്ച് ടേംസ് ഇങ്ങനെ പോകുന്നു, കുറച്ച് ടേംസ് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇത് രണ്ടും എങ്ങോട്ട്, മറ്റേത് ഇങ്ങോട്ട് വരികയായിരുന്നു, രണ്ട് ഭാഗത്തു നിന്നും ഒരുപോലെ വരികയായിരുന്നു. ഇത് പക്ഷേ അങ്ങനെയല്ല, രണ്ട് ഭാഗത്തു നിന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കരുത് കേട്ടോ, ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ഇത് ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പോവുകയാണ്, പോകുന്നത് എങ്ങോട്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എങ്ങോട്ട് കൺവേർജ്, ഇതിന് ലിമിറ്റ് ഇല്ല, അത് കൺവേർജ് ചെയ്യുന്നില്ല എന്നാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലൊരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്സിലോൺ ആൻഡ് ഡെഫിനിഷൻ വെച്ചിട്ടൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാനുള്ളതാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. നമുക്ക് ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞാലേ ഈ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ലിമിറ്റ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഗസ് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റുകളൊക്കെ ആണെങ്കിൽ നമുക്കത് ഉറപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n = 0 എന്നുള്ളതാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ എന്താ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n = 0 എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു എപ്സിലോൺ ചൂസ് ചെയ്തു. n നമുക്ക് കാണണം. ഫോർ ഓൾ n > n മോഡുലസ് ഓഫ് 1/n - 0 ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം അല്ലേ. ഫോർ വി ഹാവ് ടു ഫൈൻഡ് n സച്ച് ദാറ്റ് for all n greater than or equal to n 1/n - 0 less than epsilon, that is 1/n പോസിറ്റീവ് n അല്ല 1/n. അപ്പോൾ മോഡിൻ്റെ ആവശ്യമില്ല, ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ 1/n ലെസ് ദാൻ എപ്സിലോൺ ആവുകയാണെങ്കിൽ നമുക്ക് n എങ്ങനെ ചൂസ് ചെയ്യാം, 1/n എന്ന് നമ്മൾ ചൂസ് ഇതെന്ന് വെച്ച് നോക്കിയാൽ മതി. n ഗ്രേറ്റർ ദാൻ 1/epsilon ആയാൽ ഇത് ട്രൂ. അതായത് നമുക്ക് കാണിക്കേണ്ടത് 1/n, ഒരു ടെക്നിക്കാണ് നമുക്ക് അറിയാൻ വേണ്ടി, n കിട്ടാൻ വേണ്ടിയുള്ള ടെക്നിക്കാണ്. അപ്പോൾ സൈഡിൽ ഒക്കെ ചെയ്ത് നോക്കിയാൽ മതി. 1/n ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് n എങ്ങനെ പറയാം, n ഗ്രേറ്റർ ദാൻ 1/epsilon. അപ്പോൾ എപ്സിലോൺ ആണ് നമുക്കറിയാം. അപ്പോൾ n ഗ്രേറ്റർ ദാൻ 1/epsilon ആണ് ആയാൽ നമുക്ക് 1/n ലെസ് ദാൻ എപ്സിലോൺ കിട്ടും. അപ്പോൾ നമുക്ക് n ഗ്രേറ്റർ ദാൻ n ആവുമ്പോൾ നമുക്കിത് കാണിക്കാൻ വേണ്ട. അപ്പോൾ ഈ n പകരം ആരെ ചൂസ് ചെയ്യുക, 1/epsilon ചൂസ് ചെയ്യുക. അപ്പോൾ ചൂസ് n = 1/epsilon or n ഗ്രേറ്റർ ദാൻ or equal to 1/epsilon ചൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 1/n ലെസ് ദാൻ 1 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ n 1/n ലെസ് ദാൻ 1/n ആയിരിക്കും. 1/n ലെസ് ദാൻ or equal to എപ്സിലോൺ എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക. ഇനി അല്ലാതെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും ചില കേസിൽ ലിമിറ്റ്. അതിന് ലിമിറ്റ് അറിയാത്ത സ്ഥലത്ത് നമുക്ക് ഈ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ലിമിറ്റ് ഫൈൻഡ് ചെയ്യുന്ന 1-2 നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മീൻസ് ഈ ടൈപ്പ് ലിമിറ്റ് ഫൈൻഡ് ചെയ്യാൻ വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈൻഡ് എ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n² + 1/3n² + n. അപ്പോൾ ഇതിൽ കാര്യമായിട്ട് ഓർക്കേണ്ടത്, നമ്മളിപ്പോൾ 1/∞, അതായത് n ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്, ഡിനോമിനേറ്ററിലാണ് 1/∞ ഒക്കെ ഫോമിലാണ്, അത് ലിമിറ്റ് 0 ആയിട്ടാണ് പോവുക. മുകളിൽ മാത്രമേ ഇൻഫിനിറ്റി വെച്ചാലും ഇത്. പക്ഷേ ∞/∞ അല്ലെ 0/0 അങ്ങനത്തെ ഒക്കെ ഫോമിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് കാണാൻ മറ്റെന്തെങ്കിലും ചെയ്യേണ്ടി വരും.
അല്ല നേരിട്ട് ഇപ്പോൾ ഒരു നമ്പർ ബൈ സീറോ അല്ലാതെ ഒരു നമ്പർ ബൈ ഇൻഫിനിറ്റി ഫോമിലൊക്കെ തരികയാണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് 0 ആണെന്ന് നേരിട്ട് നമുക്കതിൽ നിന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ എന്നിന് ഇൻഫിനിറ്റി എന്നുള്ളൊരു വാല്യൂ കൊടുക്കും പോലെ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നേരിട്ട് നമ്മൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n² + 1/3n² + n ആണ്. അപ്പോൾ ഇൻഫിനിറ്റി കൊടുത്താൽ ഇതെങ്ങോട്ട് പോകും? ഇൻഫിനിറ്റി സ്ക്വയർ പ്ലസ് 1, ദാറ്റ് ഈസ് ഒരു ഇൻഫിനിറ്റി സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ n ലാർജായ ഇൻഫിനിറ്റി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് അപ്രോച്ച് ഒരു ഇൻഫിനിറ്റി ആയിരിക്കും. ഇതോ 3 × ഇൻഫിനിറ്റി സ്ക്വയർ പ്ലസ് n, ഇതും ഇൻഫിനിറ്റി. അപ്പോൾ ഇത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലാണ്. അപ്പം നേരിട്ട് ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇത്തരം കേസസ്, ഇങ്ങനത്തെ റാഷണലായിട്ട് വരുന്ന കേസസിൽ നമുക്ക് എന്നിനെ പുറത്തെടുക്കാൻ, മാക്സിമം വരുന്ന ആളെ പുറത്തെടുത്ത് ഒഴിവാക്കിയിട്ട് ബാക്കി നോക്കാം. അപ്പോൾ ഇവിടെ n² ഉണ്ട് അല്ലേ പുറത്തെടുക്കാൻ. അപ്പോൾ നമ്മൾ n² പുറത്തെടുക്കുക. അപ്പോൾ n² എടുക്കുമ്പോൾ എന്ത് വരും? നമുക്ക് ഉള്ളത് ഇതാണ് n² + 1/3n² + n. അപ്പോൾ ഇവിടുന്ന് n² പുറത്തെടുത്താൽ എന്താ വരിക? n² ബാക്കി ഇവിടെ 1 പ്ലസ് ഇവിടെ 1/n² അല്ലേ. n² പുറത്തെടുത്തു, അപ്പോൾ 1/n² ഡിവൈഡഡ് ബൈ, ഇനി ഇവിടുന്ന് n² പുറത്തെടുക്കുക. അപ്പോൾ n² × 3 പ്ലസ് ഇവിടെ ഉള്ള n/n² എന്ന് പറഞ്ഞാൽ 1/n. n² ക്യാൻസൽ ആവും. ഇനി ലിമിറ്റ് കൊടുത്ത് നോക്കുക. അപ്പോൾ എന്ത് വരും? n ടെൻസ് ടു ഇൻഫിനിറ്റി പോകുമ്പോൾ ഇവിടെ 1 ആണ്, ഇവിടെ 1/∞ എന്നുള്ള വരുമ്പം ഇത് 0 ആവും. ഇവിടെ 3 പ്ലസ് ഇവിടെ 1/∞, ഇതും 0 ആവും. അപ്പോൾ ഇത് 1 ഇത് 3, ദാറ്റ് ഈസ് 1/3. ഇതാണ് ലിമിറ്റ്. ഇനി നെക്സ്റ്റ് 1 - 3/n + n/n + 1. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൊടുത്തു നോക്കാം. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ആണ്, അതിന് പ്രശ്നമൊന്നുമില്ല, 1 തന്നെ വരും. 3/n ആവുമ്പോൾ എന്ത് വരും? -3/n ലിമിറ്റ്, ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3/n. നമുക്ക് സം റൂളും പ്രൊഡക്റ്റ് റൂളും ഒക്കെ ഇവിടെ ഉണ്ട്. പ്ലസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n/n + 1, ദാറ്റ് ഈസ് 1 മൈനസ് 3/n എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പം 3/∞ ഫോം, ദാറ്റ് ഈസ് 0 പ്ലസ് ഇവിടെ n/n + 1 കൊടുക്കുമ്പം ഇൻഫിനിറ്റി എന്താ? ദാറ്റ് ഈസ് 0. നമുക്ക് ഇൻഫിനിറ്റി ഫോമിൽ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് നോക്കുക? ഇവിടെ n/n + 1 ആണ്. അപ്പോൾ അതിൽ നിന്ന് n ആണ് ഇവിടെ ഉള്ള ആൾ, മാക്സിമം പവർ അല്ലേ. അപ്പോൾ അതിന് n-നെ പുറത്തെടുക്കുക. അപ്പോൾ എന്ത് വരും? ഇവിടെ n ഉണ്ട്, ബൈ ഇവിടുന്ന് പുറത്തെടുത്താൽ n × 1 + 1/n. n ക്യാൻസൽ ആവും, ബാക്കി ആരാ? 1/1 + 1/n. ഇനി ഇതിൽ n കൊടുത്തു കഴിഞ്ഞാൽ 1/n ടെൻസ് ടു 0 പോകും, ബാക്കി 1/1. ഓക്കെ, n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ 1/n ടെൻസ് ടു 0 1/1. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് 1. അപ്പോൾ അത് 1. അപ്പോൾ 1 + 1 = 2 ആണ് ഇതിൻ്റെ ലിമിറ്റ് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Use in numerical calculation, guess the value of limit n tends to infinity nth root of n. അപ്പം ജസ്റ്റ് ആദ്യം കാൽക്കുലേറ്റർ വെച്ചിട്ട് വാല്യൂ, അപ്പോൾ നമ്മൾ ലാർജ് വാല്യൂ ഒന്ന് കൊടുത്ത് നോക്കാം. nth റൂട്ടാണ്. അപ്പോൾ 1 കൊടുക്കുമ്പോൾ 1 5 അങ്ങനെ കൊടുത്ത് 5000 കൊടുക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുക. അപ്പോൾ എന്താ വരുന്നത്? 1 1.3 ഇത് കൂടി പോയെങ്കിലും ഇവിടുന്ന് വീണ്ടും അത് കുറയാണ് അല്ലേ. 1.0 ഇവിടെ 5-നൊക്കെ വരുമ്പോൾ 1.3 വരുന്നുണ്ട്. പിന്നെ കുറഞ്ഞ് ഇത് അപ്രോക്സിമേറ്റ്ലി 1-ലേക്ക് വരാനൊരു നെക്സ്റ്റ് 1-ലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. യൂസ് എൽ ഹോസ്പിറ്റൽ റൂൾ ടു വെരിഫൈ ദ റിസൾട്ട്. അപ്പം അതാണ് ഇനി അടുത്ത മെത്തേഡ്. നമ്മൾ ലിമിറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു മെത്തേഡ് പറഞ്ഞു, അങ്ങനെ ഫ്രാക്ഷൻസ് നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രാക്ഷൻസിനൊക്കെ പുറത്തെടുത്തിട്ട് നമുക്ക് കാണാം. ഇനി നമ്മൾ എൽ ഹോസ്പിറ്റൽ മെത്തേഡാണ് പറയുന്നത്. ഫംഗ്ഷൻസിൻ്റെ കേസിൽ ലിമിറ്റ് കാണുമ്പോൾ നിങ്ങൾ എൽ ഹോസ്പിറ്റൽ റൂള് ഫെമിലിയർ ആണ്. എന്താണ്? നമുക്ക് f/g ഫോമിലൊരു സാധനം ഉണ്ട്. ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം ∞/∞ അല്ലെങ്കിൽ 0/0 ഒക്കെ ഫോമിൽ 0∞ ഒക്കെ ആ ഒരു ഫോമിലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും?
ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കും അല്ലേ, എഫിൻ്റെ ഡെറിവേറ്റീവ് ബൈ ജിയുടെ ഡെറിവേറ്റീവ് സെപ്പറേറ്റ് ചെയ്യും, എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യും. അപ്പം ഈ കിട്ടുന്നത് രണ്ടും സെയിം ആയിരിക്കും എന്ന് നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂള് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിവിടെ ഒന്ന് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന n⁻1/n ആണ് അല്ലേ. അപ്പോൾ ഈ ഫംഗ്ഷനെ x⁻1/x എന്ന ഫംഗ്ഷൻ്റെ എൽ ഹോസ്പിറ്റൽ റൂളായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ x⁻1/x എന്ന് പറയുമ്പോൾ നമുക്ക് n∞ കൊടുത്താൽ എന്താ വരിക, ∞(1/∞0) എന്നുള്ള ഫോമിലാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യണം. പക്ഷേ എൽ ഹോസ്പിറ്റൽ റൂൾ നേരിട്ട് അപ്ലൈ ചെയ്യാം, ഇവിടെ f/g ഫോമിലല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആദ്യം ലോഗരിതം അപ്ലൈ ചെയ്തിട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് x⁻1/x ആണ്. അപ്പോൾ ലോഗ് അപ്ലൈ ചെയ്താൽ z = log x⁻1/x എന്താ വരിക, log ln ആണ്, സോറി, ദാറ്റ് ഈസ് ഇതെന്താ 1/x × ln(x). ഓക്കെ, അപ്പോൾ 1/x × ln(x) എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് x⁻1/xൻ്റെ ലിമിറ്റിന് കാണണമെങ്കിൽ e⁻z ആണ് ചെയ്യേണ്ടത്. സെഡിൻ്റെ ലിമിറ്റിന് എക്സ്പോണൻഷ്യൽ കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, z = log x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അല്ലെങ്കിൽ ഇതിനെ തന്നെ x⁻1/xനെ, ഇനി അത് ഫെമിലിയർ അല്ലെങ്കിൽ x⁻1/xന് ഞാനൊരു log അപ്ലൈ ചെയ്തു, പകരം e⁻² എടുത്താൽ പോരെ, e⁻log x⁻1/x എന്ന് എനിക്ക് എഴുതാം. ദാറ്റ് ഈസ് e⁻log ln x⁻1/xന്, സോറി, log x⁻1/xന് 1/x ln x എന്ന് എഴുതും. അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി, x⁻1/xന് ഞാൻ e⁻ln x/x എന്ന് എഴുതി. ഇനി ഇതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം ln x/x ആസ് x → ∞ ആണ്. അപ്പോൾ ലോഗ് ഇൻഫിനിറ്റിയിലോട്ട് പോവും, എക്സും ഇൻഫിനിറ്റിയിലോട്ട് പോവും. അപ്പോൾ ഇത് ∞/∞ തന്നെയാണ് അഗെയിൻ. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ലോഗ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1/x, എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1. ഇനി x → ∞ പോകുമ്പോൾ എന്താവും, ഇത് 0-ലോട്ട് പോവും, ഇത് 1 ആണ്. സോ ടോട്ടൽ 0. അപ്പോൾ log x/x ആസ് x → ∞ എന്ത് വരും, എൽ ഹോസ്പിറ്റൽ റൂള് പ്രകാരം 0-ലോട്ട് പോവും. അപ്പോൾ x⁻1/x എന്ന് പറയുന്നത് e⁻0-ലോട്ട് പോവും, ദാറ്റ് ഈസ് 1. ഇനി ലിമിറ്റ് ഓഫ് പവേഴ്സ് ആണ് പറയുന്നത്. ലിമിറ്റ് n → r⁻n, അങ്ങനെ പവർ വരുന്ന കേസിൽ ശ്രദ്ധിക്കുക, r⁻n എന്ന് തന്നിട്ടുണ്ടെങ്കിൽ r > 1 ആണെങ്കിൽ അത് ഇൻഫിനിറ്റി ആണ് ലിമിറ്റ്, r = 1 ആണെങ്കിൽ 1 ആണ്, 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണെങ്കിൽ 0 ആണ്. ഇതാണ് അതിൻ്റെ ലിമിറ്റ്. ഇനി അത് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം, 1-2 ലിമിറ്റ് കണ്ടു നോക്കാം. ലിമിറ്റ് n → ∞ 3⁻n. ഓക്കെ, ഇതോടുകൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ലിമിറ്റ് n → ∞ 3⁻n, ലിമിറ്റ് n → ∞ e⁻−n, ലിമിറ്റ് n → ∞ e+2/3n⁴. അപ്പോൾ നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് n → ∞ 3⁻n. അപ്പോൾ 3⁻n പവർ റൂൾ പ്രകാരം 3 എന്ന് പറയുന്നത് > 1 ആണ് അല്ലേ. അപ്പോൾ 3⁻n ലിമിറ്റ് ഇൻഫിനിറ്റി ആയിരിക്കും. ഇനി e⁻−n നമുക്ക് എങ്ങനെ എഴുതാം, 1/e⁻n എഴുതാം, ഇതിനെ 1/e⁻n എഴുതാം. അപ്പോൾ 1/e എന്ന് പറയുന്നത് <1 ആണ് അല്ലേ, 1/e <1 ആണ്, അതുകൊണ്ട് 1/e⁻n കൺവേർജസ് ടു 0. നെക്സ്റ്റ് e+2/3n⁴. അപ്പോൾ ഇവിടെ ഇക്ക് കുഴപ്പമൊന്നുമില്ല, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, e ഉണ്ട് +2/3n ലിമിറ്റ് ആദ്യം കിട്ടണം. അപ്പോൾ 2/3 എന്ന് പറയുന്നത് <1 ആണ്, അത് കൺവേർജസ് ടു 0 ആണ്. അപ്പോൾ 2/3n കൺവേർജസ് ടു 0. ബാക്കി ആരാ, e+0 e⁻4. ഓക്കെ, ഇനി വരുന്നത് കമ്പാരിസൺ ടെസ്റ്റ് ആണ്. കമ്പാരിസൺ ടെസ്റ്റും കൂടി പറയാം. കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറയുന്നത്, if limit n tends to infinity an equal to 0 and modulus of bn less than or equal to n, then limit n tends to infinity bn equal to 0. അപ്പം നമുക്ക് രണ്ട് സീക്വൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പം എ എന്നും ബി എന്നും.
അതിൽ മോഡുലസ് ഓഫ് ബി എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ എൻ ഓരോ ടേംസും. ഇപ്പോൾ എ എൻ എന്ന് പറയുന്ന A1 A2 A3 എന്ന് പറയുന്ന സീക്വൻസ് ഉണ്ട്, B1 B2 B3 എന്ന് പറയുന്ന സീക്വൻസ് ഉണ്ട്. B1 ഈ സീക്വൻസിലെ ഓരോ ടേമും ഇപ്പോൾ B1 എന്ന് പറയുന്ന A1നേക്കാൾ ചെറുതാണ്, B2 A2നേക്കാൾ ചെറുതാണ്, B3 A3നേക്കാൾ ചെറുതാണ്. അങ്ങനെ ഓരോ ടേമും അങ്ങനെ കറസ്പോണ്ടിങ് ടേമുമായിട്ട് ഈ റിലേഷൻ മോഡുലസ് ഓഫ് ബി എൻ ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഇതിലെ വലിയ സീക്വൻസ് ആയിട്ടുള്ള എ എൻ കൺവേർജസ് ടു സീറോയും ആണെങ്കിൽ ചെറിയ സീക്വൻസ് ബി എന്നും കൺവേർജസ് ടു സീറോ ആയിരിക്കും. ഇതാണ് കമ്പാരിസൺ ടെസ്റ്റ് പറയുന്നത്. ഇത് നമുക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബി എൻ എന്ന് പറയുന്ന സീക്വൻസ് നമുക്ക് അറിയാത്ത സീക്വൻസ് തരികയാണ്. പക്ഷേ നമുക്ക് ഈ റിലേഷൻ അറിയാവുന്ന എ എൻ എന്ന് പറയുന്ന നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എ എന്നിൻ്റെ ലിമിറ്റ് സീറോയോ ആണെങ്കിൽ നമുക്ക് നേരിട്ട് ബി എന്നിൻ്റെത് പറയാം. അത്തരത്തിലുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സൈൻ n ബൈ n. നമുക്കതിൻ്റെ ലിമിറ്റ് അറിയത്തൊന്നുമില്ല. നമുക്ക് മോഡുലസ് ഓഫ് സൈൻ n ബൈ n എടുത്തു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് സൈൻ n ബൈ n എന്താ? സൈൻ എന്നിൻ്റെ മാക്സിമം വാല്യൂ എന്താ? മോഡുലസ് ഓഫ് സൈനിന് -1 1ൻ്റെ ഇടയിലാണ് ഉണ്ടാവുക. അപ്പോൾ മോഡ് സൈന് ലെസ് ദാൻ or ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ ഇത് ലെസ് ദാൻ or ഈക്വൽ ടു 1/n ആണ് അല്ലേ? ഈ 1/n എന്ന് പറയുന്ന സീക്വൻസ് കൺവേർജസ് ടു 0 ആണ്. അപ്പോൾ നമ്മുടെ കമ്പാരിസൺ ടെസ്റ്റ് വെച്ച് സൈൻ n ബൈ n എന്ന് പറയുന്ന സീക്വൻസ് കൺവേർജസ് ടു 0 ആണ് എന്ന് പറയാൻ പറ്റും. ഇനി സെക്കൻഡാണ് -1n + n/n. ഇത് നേരിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ പറയാൻ പറ്റില്ല, കാരണം ഇവിടെ പ്ലസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഞാനൊന്ന് അറേഞ്ച് ചെയ്യാണ്. -1n/n + n/n എഴുതാം. n/n 1 ആണ്. അപ്പോൾ ഇതിനെ 1 + -1n/n എഴുതാം. 1 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെയുള്ള സീക്വൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. -1n/n. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് എനിക്ക് എന്ത് പറയാം? ഈക്വൽ ടു 1/n ആണെന്ന് പറയാമല്ലോ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാലും ശരിയാണ്. 1/n കൺവേർജസ് ടു 0 ആണ്. അപ്പോൾ ഈ സീക്വൻസ് -1n/n കൺവേർജസ് ടു 0 ആണ്. സോ 1 + -1n/n കൺവേർജസ് ടു 1 ആയിരിക്കും. ഇതാണ് കമ്പാരിസൺ ടെസ്റ്റ്. അപ്പോൾ ലിമിറ്റ് ഓഫ് സീക്വൻസിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. നെക്സ്റ്റ് ഇനി ന്യൂട്ടൺസ് മെത്തേഡാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.